നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരു ഉദ്ദേശം, സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് എന്നെ കുറിച്ച് സാധാരണക്കാർക്ക് പൊതുവെ ധാരണയില്ല. അത് കേൾക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാനും, നമ്മൾ ന്യൂസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ പേപ്പർ നോക്കുമ്പോൾ NSE, BSE, സെൻസസ്, നിഫ്റ്റി, അങ്ങനെ വാക്കുകൾ, നിഫ്റ്റി 50 ഷെയർ, എന്താണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത്, എന്താണ് വാണിജ്യം, മൊത്തത്തിൽ എക്കോണമി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ളവരും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമായ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കതിൻ്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിനെക്കുറിച്ച് ബേസിക്കായി എല്ലാ കാര്യങ്ങളും അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പണ്ട് കാലത്ത് റീജിയണൽ എക്സ്ചേഞ്ച് ആയിരുന്നു. അത് നമ്മൾ പറയുകയാണെങ്കിൽ കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഴയ ആൾക്കാർ അറിയുന്നവർക്ക് അറിയാം. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് NSE, അതിനു മുമ്പ് തന്നെ BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 രൂപീകരിച്ചത്. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE രൂപീകരിച്ചത്. ഇതിൽ നമുക്കറിയാം, ഈ ഗ്ലോബലൈസേഷൻ, ഇന്ത്യയിലെ ഗ്ലോബലൈസേഷൻ മൻമോഹൻ സിംഗ് കാലത്ത്, മൻമോഹൻ സിംഗ് ധനമന്ത്രിയും P. ചിദംബരം വാണിജ്യമന്ത്രിയായിരുന്ന കാലത്താണ് നമ്മുടെ നാട്ടിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ ഗ്ലോബലൈസേഷൻ എന്നൊരു വാണിജ്യം, മറ്റുള്ള ലോകരാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു ഗ്ലോബലൈസേഷൻ, ഒരു ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത് ഒരു ഗ്ലോബലൈസേഷനിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുന്നത്. അന്നോട്ടാണ് നമ്മൾക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും സ്ഥാപനങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും, നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാനും, അഥവാ ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല. ലോകത്തിൽ പ്രശസ്തമായ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. അതിൽ ഡോ ജോൺസ് മദർ എക്സ്ചേഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെല്ലാത്തിൻ്റെയും മദർ എക്സ്ചേഞ്ച് ആയിട്ടാണ് നമ്മൾ അമേരിക്ക എക്കോണമിയെ കാണുന്നത്. അതിൽ ഡോ ജോൺസ് 1896 രൂപീകരിച്ചത്. നാസ്ഡക്ക് പറഞ്ഞ അമേരിക്കയിൽ തന്നെ വേറൊരു എക്സ്ചേഞ്ച് ഉണ്ട്. അതിൻ്റെ ഉദ്ദേശം കംപ്ലീറ്റും ഈ IT, ഇൻഫർമേഷൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡോ ജോൺസിലെ എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നാസ്ഡക്കിൽ IT ബേസ് ചെയ്ത് കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തത്. 1971 നാസ്ഡക്ക് രൂപീകരിച്ചത്. അതുമാതിരി ജർമ്മനിയിൽ ഡാക്സ്, കാക്ക് ഫ്രാൻസിലാണ്. FTSE ഉണ്ട്. FTSE ലണ്ടൻ ഇംഗ്ലണ്ടിൽ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക്. ഏഷ്യയിലെ പഴയൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിക്കി, ജപ്പാൻ്റെ നിക്കി, പിന്നെ അതുമാതിരി ഹാൻസങ്, ഹോങ്കോങ്ങിലെ ഷാൻഹായ്, ചൈനയിലെ ഷാൻഹായ്, പിന്നെ ഹോങ്കോങ്ങിൽ ഹാൻസങ്, അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ മെയിനായിട്ടുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ഇതിലാണ് നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് ഷെയർ എന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ ട്രേഡേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് കമ്പനികൾ എങ്ങനെയാണ് ഷെയർ വാങ്ങുന്നത്, കമ്പനികൾ ഷെയർ കൊടുത്ത് ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തുന്നത്, അവരെങ്ങനെയാണ് ഒരു വർക്ക് നടക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയുന്ന പോലെ ഒരു സാധാരണക്കാരൻ ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒറ്റയ്ക്ക് ഒരാൾ ഒരു കച്ചവടം, മീൻ കച്ചവടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നു, അതൊരു ഒറ്റയ്ക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിലെ റിസ്ക് മൊത്തം അയാൾക്കാണ്, അതിലെ ലാഭവും നഷ്ടവും അയാൾക്കാണ്. അതേസമയത്ത് ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു 4 പേർ ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ തുടങ്ങുന്നു,
ഒരു ഒരു കട ഒരു ഉദാഹരണം പറയുന്നത് ഒരു ഡീലർഷിപ്പോ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് 4 പേര് പാർട്ട്ണർഷിപ്പ്. അതിപ്പോൾ അതിൽ കിട്ടുന്ന ലാഭവും നഷ്ടവും ആ 4 പേര് ഈക്വലായിട്ട് അത് എഗ്രിമെൻറ്റ് ബേസ് ചെയ്തിട്ട് 4 7 എത്ര പേരാണ് അവർ എഗ്രിമെൻറ്റ് ബേസ് ചെയ്ത് ഇട്ട് അത് ചെയ്യുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ലാഭങ്ങളോ നഷ്ടങ്ങളോ സംഭവിച്ചാൽ അത് ആ വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നുണ്ട്. അതേസമയം കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമ്മൾ എത്ര ഷെയറിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരെയും അത് ബാധിക്കും. ഒരു കമ്പനിയിലെ പെർഫോമൻസിനനുസരിച്ച് എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമുക്ക് ആ പാർട്ട്നേഴ്സിന് മാത്രം പ്രോഫിറ്റും ലോസും സംഭവിക്കുന്ന പോലെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം അവരെത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ട് വരെ അവർക്ക് അതിൽ റിസ്ക് ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങിയത് കൊണ്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ മറ്റുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ പ്രോപ്പർട്ടിയോ നമ്മുടെ അസറ്റും അതും ബാധിക്കില്ല. അതേ സമയത്തിൽ നമ്മളൊരു കമ്പനിയിലൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപയുടെ നഷ്ടം സാധ്യത ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ 10,000 രൂപയുടെ റിസ്ക് നമുക്കുള്ളൂ. അതിൽ കൂടുതൽ നമുക്കതിൽ റിസ്ക് ഇല്ല. ഫസ്റ്റ് ആൾക്കാർ അത് മനസ്സിലാക്കണം. എന്താ പറഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലവർക്കത് മനസ്സിലാവില്ല, എല്ലാവരും വേറെ എന്താ രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ആ റിസ്ക് നമുക്കുള്ളൂ. നമുക്ക് എങ്ങനെ അതിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയുന്നത്. ആദ്യം നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഏത് ഷെയർ നമുക്ക് വാങ്ങുന്നത് ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ NSE-യോ BSE ബേസ് ചെയ്തിട്ട് നമുക്ക് NSE-യിലും BSE-യിലും ചെയ്യാവുന്നതാണ്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് തുടങ്ങാം. അതൊരു ഷെയർ ബ്രോക്കിംഗ് അല്ലെങ്കിൽ ഒരു ബ്രോക്കിംഗ് ഫേമിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം. ഈ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ഇത് 2 തരം ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ കാണുന്നതെല്ലാം വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കും. നമ്മൾ വാങ്ങുന്ന ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, തലയിൽ തേക്കുന്ന എണ്ണ ആയിക്കോട്ടെ, എല്ലാം ലിസ്റ്റഡാണ്. ഓരോ കമ്പനികളാണ് നമ്മളിപ്പോൾ കാണുന്ന വീട്ടിൽ. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ബിസ്ക്കറ്റ് എണ്ണ എടുക്കാം. ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിലെ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റുകൾ, അല്ലെങ്കിൽ പാർലേജിയോ അല്ലെങ്കിൽ ITCൻ്റെ സൺഫീസ്റ്റ്, ഇങ്ങനെ. അതിൽ പാർലേജി എന്ന് നമ്മൾ കേൾക്കുന്നത് അത് ലിസ്റ്റഡ് ചെയ്യാത്തൊരു കമ്പനിയാണ്. പാർലേജി ഇത്ര വർഷങ്ങളായിട്ടും അത് ലിസ്റ്റ് ചെയ്യാത്തൊരു എൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കുന്നത്. അതേസമയം ബ്രിട്ടാനിയ, ITC എന്ന കമ്പനികളെല്ലാം ലിസ്റ്റ് ചെയ്തു. നമ്മൾ കാണുന്ന ബിസ്ക്കറ്റ് ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അതുമാതിരി എല്ലാ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എന്ന് പറയില്ല, എല്ലാ ഐറ്റവും നമ്മൾ കാണുന്ന എല്ലാ സാധനവും ലിസ്റ്റഡ്. നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ രാവിലെ എണീച്ചതും പല്ല് തേക്കണം, കോൾഗേറ്റ് പാം ഓയിൽ ലിസ്റ്റഡാണ്. പിന്നെ ക്ലോസപ്പ് ആണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ക്ലോസപ്പ് പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ. അതുമാതിരി ORL-B അങ്ങനെ എല്ലാ കമ്പനിയും മാക്സിമം ഇന്ത്യയിൽ ലിസ്റ്റഡ് ഉള്ളതുണ്ട്, വിദേശത്ത് ലിസ്റ്റഡ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് വരുന്നതായി പറയാവുന്നതാണ്. നമുക്ക് ചെയ്യാവുന്ന ഇന്ത്യയിൽ ലിസ്റ്റഡ് ചെയ്ത കമ്പനിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം തന്നെ പറഞ്ഞ മാതിരി ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ഒരു ബ്രോക്കിംഗ് ഫേമിൽ പോയി നമ്മളൊരു ഡിമാറ്റ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ കസ്റ്റമർ കെയർ വിളിച്ച് അവർ പറഞ്ഞു തന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് അതിനെക്കാട്ടി നല്ലത് നമ്മുടെ തൊട്ടടുത്തുള്ള ബ്രോക്കിംഗ് ഫേമിൽ ഇത്തിരി ഫീസ് ബ്രോക്കറേജ് ചിലപ്പോൾ സ്വല്പം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർ ഓൺലൈൻ സ്ഥാപനങ്ങളെക്കാൾ അപേക്ഷിച്ച് കൂടുതലായിരിക്കാം സാധാരണ നമ്മുടെ അടുത്തുള്ള ബ്രോക്കിംഗ് ഫേമിലും എല്ലാവരും. പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ അടുത്തുള്ള അറിയുന്ന ബ്രോക്കിംഗ് ഫേമാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളോ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് തരാനും, അത് എന്തുകൊണ്ടാണ് അതിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനൊരു വ്യക്തി വേണ്ട. നമുക്കത് ഒരാളോട് ചോദിക്കുന്നതും ഒരു കസ്റ്റമർ കെയറെ വിളിച്ച് ചോദിക്കുന്നതും നേരിട്ട് ഒരാളോട് ചോദിക്കുന്നുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ബ്രോക്കിംഗ് ഫേമിൽ അക്കൗണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഷെയർ മേടിക്കുക എന്നുള്ളതിനെക്കുറിച്ചും
ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എങ്ങനെ നമുക്ക് ഷെയർ മേടിക്കാൻ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയതുകൊണ്ട് നിങ്ങളുടെ കമൻസാണ് എനിക്ക് വിലപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ മാറ്റങ്ങൾ വരുത്താനും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വരുത്താനും കഴിയും. നിങ്ങളുടെ സജഷൻസും അഭിപ്രായം, നിങ്ങൾക്ക് മോശമായ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലേ എനിക്കത് മാറ്റം വരുത്തുള്ളൂ. ഒരാൾ നല്ലത് എൻ്റെ ചാനൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.